ഇദ്ദേഹം പറഞ്ഞ അടിച്ചതാരാടാ, ആൻഡവനോ അതോ സേഡ്ജിയോ, ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ 10,000-3000 ആൾക്കാരുണ്ട്. അടുത്ത് ഞാൻ അനൗൺസ് ചെയ്തു, ഞാൻ കുറേ സ്റ്റാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുത്ത് ജാഫർ ഇടുക്കിയൊക്കെ വരികയാണ് നമ്മുടെ NF വർഗീസിൻ്റെ ശബ്ദവുമായി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ആൾക്കാരെല്ലാം പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. അടിച്ചതാരാടാ, ആൻഡവനോ അതോ സേഡ്ജിയോ. ഉടനെ ഓഡിയൻസിൽ ഒരാൾ സേഡ്ജി. അതിനുശേഷം പുള്ളി ഡയലോഗ് മറന്നുപോയി. എന്നാടാ ബാക്കി മറന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം തിരിച്ചു കിട്ടുമ്പോൾ അതുപോലെ എനിക്ക് പറ്റിയിട്ടുണ്ട്. നേരാ, ഞാൻ സോമം പറയാൻ നേരത്ത്, നേരാ തിരുമേനി ഈ പച്ചം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, നീ പോയിട്ടുണ്ടോടാ. കുറെ അനുഭവങ്ങൾ. അതോ ആ അനുഭവം അനുഭവിക്കുന്ന സമയം എപ്പോഴാന്ന് പറയട്ടെ, നമ്മൾ ഒരു കളി കഴിഞ്ഞേച്ച് സെക്കൻഡ് കളിക്ക് പോയി പ്രതീക്ഷയോടുകൂടി ആണ് തോറ്റ് തുന്നം പടുവല്ല. അതായത് വേറെ വേളി തുടങ്ങണം, ഇങ്ങനെ കലുഷിതമായിട്ട് നിൽക്കുന്ന സ്ഥലത്തായിട്ട് നേരെ അതിന്റെ മനസ്സേ ഈ പക്ഷെ ഈ സാധനം. അപ്പൊ ആ 2 മണി രാത്രിയിലത്തെ കലിപ്പാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. സുരാജേട്ടാ, ഈ ഒരു വളർച്ചയുണ്ട്. ഇപ്പോൾ ഒരു ഗ്രാഫുണ്ട്, നല്ല ഗ്രാഫാണ്. ശരിക്കും ഞങ്ങൾക്കൊക്കെ സംശയമുള്ളൊരു ഇതെന്ന് വെച്ചാൽ, ഈ ട്രെയിനറുണ്ടോ കൂടെ ഈ ഇത്രയും മോൾഡ് ചെയ്ത് ഒരു സുരാജ് വെഞ്ഞാറമൂടിനെ ഇങ്ങനെ ആക്കിയെടുത്തത് ആരാണെന്ന് നമ്മുടെ ചോദ്യം. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെ പ്രേക്ഷകരാണ്. പ്രേക്ഷകർ തന്നെയാണ്. അല്ല, പക്ഷേ ഞാനൊരു ഇടയ്ക്ക് ഇടപെട്ട് പറയാം. എന്താ വെച്ചാൽ ഇത്രയും ബുദ്ധിപരമായിട്ടുള്ള നീക്കം നടത്തിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടില്ല. ബുദ്ധിപരമായിട്ട് പടക്ക സെലക്ട് ചെയ്യണം, എന്ത് രസമായിട്ടാ. അതെല്ലാം സംഭവിക്കുന്നതാണ്. ഞാൻ ഇതില് ബുദ്ധിക്കൊന്നും സ്ഥാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സിനിമയിൽ നമ്മളെപ്പോലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് സിനിമയിൽ മുൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തതാണ് സിനിമ. അതിനും അപ്പുറമാണ് സിനിമ. അതൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ല. അപ്പോൾ മിമിക്രി മാത്രമേ ഉള്ളായിരുന്നു. അവിടെ നിന്നൊക്കെ ഇവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹവും പിന്നെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, പ്രേക്ഷകർ, അവരുടെയൊക്കെ പ്രാർത്ഥനയും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് സത്യം പറഞ്ഞ് ഞാനും ആലോചിക്കും. ഇതെങ്ങനെ ഇത് കൈ ഒടിഞ്ഞിരുന്നതിനെ സല്യൂട്ട് പോലും ചെയ്യാനൊക്കെ എല്ലാവരും അത് പറയുന്നുണ്ട്. ആ കൈയുടെ ഒരു ചെറിയ ഡിഫിക്കൽട്ടി ഉള്ളപ്പോഴും അതൊന്നും സ്ക്രീനിലൊന്നും ആർക്കും അതൊന്നും മനസ്സിലാവണ കൂടിയില്ല. അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്ത് വരിക. പിന്നെ അതിനകത്ത് ഇപ്പൊ ജനഗണമനയിൽ 2-3 ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതൊക്കെ വളരെ തന്മയത്വത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. എന്നാൽ സമാന്തര സിനിമകളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാണാ പോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സിനിമകളിലും വരുന്നുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും നമ്മുടെ മിമിക്രി ഏരിയയിലുള്ള സിനിമ വരുന്നുണ്ട്, നമ്മുടെ ദശമൂലം ദാമു. അപ്പം അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്റത്തിനും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിന്നാലാണ് നമ്മൾ ഈ ഫീൽഡിൽ വലിയ ആളാവുക എന്നൊക്കെ എങ്ങനെയാണ് ഉള്ളിൽ കരുതുക എന്നുള്ളതാണ്.